പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 52-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ കുറൾ, തിരുക്കുറളിലെ 514-ാമത്തെ കുറൾ. ഏനൈ വകയാൻ തേറിയ കണ്ണും വിനൈ വകയാൻ വേറാകും മാന്തർ പലർ. വാഗർഥം: ഏനൈ വകയാൻ തേറിയ കണ്ണും. എങ്ങനെയൊക്കെ ഗുണവിശകലനം ചെയ്തു തിരഞ്ഞെടുത്ത വിശ്വസ്തരിലും വിനയ് വകയാൻ വേറാകും, കർമ്മനിയോഗത്താൽ രാജധർമ്മത്തിനെതിരായി കർമ്മമനുഷ്ഠിക്കുന്ന അഥവാ വിശ്വാസവഞ്ചന ചെയ്യുന്ന മാന്തർ പലരെയും ഈ ലോകത്തിൽ കാണുവാനാകും. സാരാംശം: എങ്ങനെയൊക്കെ ഗുണവിശകലനം ചെയ്ത് തെരഞ്ഞെടുത്ത വിശ്വസ്തരിലും കർമ്മനിയോഗത്തിൽ രാജധർമ്മത്തിനെതിരായി കർമ്മമനുഷ്ഠിക്കുന്ന പലരെയും ഈ ലോകത്തിൽ കാണുവാനാകും. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള: ആരാഞ്ഞെടുത്തുമുദ്യോഗേ ഭേദിക്കുന്നവരേറെയാം. ശ്രീ എസ് രമേശൻ നായർ: ഏറെയാരാഞ്ഞു കൈക്കൊള്ളിലും തൊഴിൽ വകയിൽ വേറിട്ടു പോകുന്നു പലരും. ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട്: ഇവയൊക്കെ നോക്കി തിരഞ്ഞെടുത്തീടിലും ചില വേളയിൽ ചിലതു വിലകിടുന്നു ചിലർ. ശ്രീ പി എൻ വിജയൻ: വിദഗ്ധർ പലർ കാൺകിലും വൈദഗ്ധ്യം ചിലർ നേടിടും ചില കാര്യത്തിൽ നിർണയം. ശ്രീ മുരളി ഭമ്മണൂർ: ഏറ്റം നിരീക്ഷണം ചെയ്തു സ്വീകരിച്ചുള്ള സേവകർ ചിലർ മറിച്ചു ചിന്തിക്കാം, നിരീക്ഷിക്കണമെപ്പോഴും. ശ്രീ ബാബുരാജ് കളമ്പൂര്: കൃത്യതയോടെ കർമ്മം തുടങ്ങും, പിന്നെ തോന്നും പാതിയിൽ പോയിടുന്നു പലരും പല വഴി. ശ്രീ തോമസ് താമരശ്ശേരി: ഏതുവിധം ഗുണം നോക്കിയാലും ശരി, വേളയിൽ യോഗ്യരായി തീരാത്ത ചിലരുണ്ട്. ശ്രീമതി സൂര്യഗായത്രി: എത്രമേൽ വിശ്വസ്തനായിടിലും കർമ്മഫലങ്ങൾ തൻ നിയോഗത്തിനാലെ അധമനായിത്തീർന്നവൻ വഞ്ചകനായിടും. ശ്രീമതി ഹേമ ആനന്ദ്: എങ്ങനെ ഗുണം നോക്കിയെന്നാകിലും കൂടെയുള്ളതാം വിശ്വസ്തരെങ്കിലും ഭൂപതിക്കെതിരായിട്ടു വഞ്ചന ചെയ്തിടും ചിലരെന്നതു സത്യമാം. ശ്രീമതി ജലജ പ്രസാദ്: എത്രയെത്രയോ ശ്രദ്ധ കൊടുത്തു നാം കണ്ടെടുത്ത വിശ്വസ്തരിൽ പോലുമേ രാജധർമ്മത്തിനൊട്ടും നിരക്കാത്ത കർമ്മികളുണ്ടുലകത്തിൽ കാണുവാൻ. ശ്രീ ശിവപ്രസാദ് പാലോട്: ഏറെ അറിഞ്ഞു കൈക്കൊണ്ടവരാകിലും കാലാന്തരെ ചെയ്തിയിൽ അമാന്തം വന്നിടാം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്: ഗുണങ്ങളൊക്കെയൊത്താലും ധർമാചരണ വേളയിൽ വഞ്ചന കാണിക്കുന്ന പലരുണ്ടീ കർമ്മഭൂമിയിൽ. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. കഴിവുള്ള വിശ്വസ്തരാകിലും കർമ്മവേളയിൽ വിശ്വാസവഞ്ചന ചെയ്യുവോർ ചിലരുണ്ടെന്നറിക. തിരുക്കുറളിലെ 514-ാമത്തെ കുറൾ. ഏനൈ വകയാൻ തേറിയ കണ്ണും വിനൈ വകയാൻ വേറാകും മാന്തർ പലർ എന്ന കുറളിന്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. തിരുക്കുറളിലെ 515-ാമത്തെ കുറൾ. അറിന്താற்றி செய்கிர்பார்க்கு அல்லால் வினைதான் சிறந்தான் என்று ஏவர்பாற்று அன்று. വാഗർഥം: അറിന്താற்றி കാര്യനിർവഹണത്തിലെ മാർഗങ്ങൾ ഇന്നതൊക്കെയാണെന്നറിഞ്ഞ് ചെയ്കിർബാർക്ക് അല്ലാൽ തടസ്സങ്ങൾ നീക്കി കർമ്മം പ്രാവർത്തികമാക്കുന്നവനിലല്ലാതെ സിറന്താൻ என்று മറ്റു ഗുണങ്ങളിൽ ശ്രേഷ്ഠനായ വേറൊരാളെ വിനയിതാൻ ആ കർമ്മപ്രാപ്തിക്കായി
പാറ്റണ്ടു നിയോഗിക്കരുത്. സാരാംശം: കാര്യനിർവഹണത്തിലെ മാർഗങ്ങൾ ഇന്നതൊക്കെയാണെന്നറിഞ്ഞ് തടസ്സങ്ങൾ നീക്കി കർമ്മം പ്രാവർത്തികമാക്കുന്നവനിലല്ലാതെ മറ്റു ഗുണങ്ങളിൽ ശ്രേഷ്ഠനായ വേറൊരാളെ ആ കർമ്മപ്രാപ്തിക്കായി നിയോഗിക്കരുത്. ഉപായങ്ങളറിഞ്ഞ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും കർമ്മമാർഗത്തിൽ വരുന്ന തടസ്സങ്ങൾ നീക്കി അതിലുളവാകുന്ന ദുഃഖങ്ങൾ സഹിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നവനുമായ ഭൃത്യനെ വേണം രാജാവ് കർമ്മനിയോഗത്തിന് കൽപ്പിക്കേണ്ടത്. അർഹതയെ മാനിക്കാതെ വഴിവിട്ടുള്ള ഏതു പോക്കും വിനാശത്തിലേ എത്തൂ. പദ്യപരിഭാഷകൾ പരിശോധിക്കാം. ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള. അൻപോർത്തമാന്യനായി ശാന്തി ജ്ഞാനഹീനനെ വയ്ക്കൊല. ശ്രീ എസ് രമേശൻ നായർ. അറിവുറ്റു ചെയ്യുവോർക്കല്ലാതെയൊരു തൊഴിൽ അലിവോർത്തു നൽകാതിരിക്ക. ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട്. അറിവൊത്തു ചെയ്തു തീർത്തിടാത്തോനെന്നെണ്ണി മറുവേല നൽകൊല്ല മേന്മയുള്ളോരിലും. ശ്രീ പി എൻ വിജയൻ. യോഗ്യനെന്നു നടിച്ചാലും പൂർത്തിയാക്കാൻ മടിച്ചിടും ജോലിക്കാരനെ വെച്ചിടാം. ശ്രീ മുരളി ഭമണു. ഓരോ കർമ്മത്തിനും പ്രാപ്തി കൈവന്നീടിന ധീരരെ അറിഞ്ഞേ നിയോഗിക്കുള്ളൂ രാഷ്ട്രതന്ത്രം മറിഞ്ഞവർ. ശ്രീ ബാബുരാജ് കളമ്പൂര്. അവിവേകികളായോർ കൈകളിലൊരിക്കലും അധികാരങ്ങൾ നൽകി ജനത്തെ വലയ്ക്കായിക. ശ്രീ തോമസ് താമരശ്ശേരി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളോനല്ലാതെ പ്രിയം കൊണ്ടു തൊഴിലേകാൻ പാടില്ല. ശ്രീമതി സൂര്യഗായത്രി. കാര്യനിർവഹണമറിഞ്ഞു ചെയ്യുവോൻ, ഉപായങ്ങളാരാഞ്ഞ് വിഘ്നങ്ങൾ മാറ്റുവോൻ, ക്ലേശം സഹിച്ചീടിലും ലക്ഷ്യപ്രാപ്തിയിലെത്തുവോൻ, ഇവനെയല്ലോ നല്ല ഭൃത്യനാക്കേണ്ടു. ശ്രീമതി ഹേമ ആനന്ദ്. കാര്യനിർവഹണത്തിലെല്ലായ്പ്പോഴും വിഘ്നം മാറ്റി യത്നങ്ങൾ നടത്തുവോൻ മാത്രമല്ലാതെ പൂർത്തീകരിക്കുവാൻ അന്യനെ നിയോഗിക്കരുതാരുമേ. ശ്രീമതി ജലജാപ്രസാദ്. കർമ്മമാർഗങ്ങൾ എന്തെന്നറിഞ്ഞതിൻ വിഘ്നമൊക്കെ അകറ്റി നടത്തിടും വ്യക്തിയെ തഴഞ്ഞന്യഗുണങ്ങളിൽ കേമനായവന്നു പണി നൽകൊല. ശ്രീ ശിവപ്രസാദ് പാലോട്. അർഹതയുള്ളോർക്കല്ലാതെ നൽകിടാ ഒരു തൊഴിലും അനുതാപമോർത്താർക്കും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. കർമ്മനിർവഹണത്തിൻ്റെ മാർഗങ്ങൾ അറിയാത്തോൻ മറ്റെല്ലാ ഗുണങ്ങളുണ്ടാകിലും ഫലമില്ല. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. കഴിവുറ്റോർക്കറിഞ്ഞു നൽകേണം കർമ്മങ്ങൾ അലിവോർത്തർഹതയില്ലാത്തോനു നൽകിടാം. തിരുക്കുറളിലെ 515 കുറൾ. അറിந்தாற்றி செய்கிற்பார்க்கு அல்லால் வினைதான் சிறந்தானென்று ഏവർപ്പാരன்று എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.